ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റോക്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ സ്റ്റോക്കാണ്. കമ്പനി റെയ്മണ്ട് ലിമിറ്റഡ് ആണ്. നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്ത് അതൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആ സ്റ്റോക്ക് സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടി. 5% മുകളിൽ അപ്പോട് കൂടിയ ഒരു ക്യാൻഡിലാണ്, നല്ലൊരു ബോഡിയോട് കൂടിയ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഈ ലാസ്റ്റ് ദിവസം ക്രിയേറ്റ് ചെയ്ത്. ഞാൻ വേറെ സ്റ്റോക്കുകൾ ഉൾപ്പെടുത്താത്തത്, ഞാൻ പരിഗണിച്ചിരുന്ന മിക്ക സ്റ്റോക്കുകൾ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു റാലി നടത്തി. അപ്പോൾ ഇനി ഏതെങ്കിലും വർക്കിംഗ് ഡേകളിൽ പുതിയ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ്. ഒരു വലിയ കൺസോൾട്ടേഷന് ശേഷമാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് 2012 രൂപയാണ്. ഇതൊരു സപ്പോർട്ട് ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലതാണ്. 1950 ഒക്കെ കൊള്ളാം. ഇതിൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 1950 തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാവുന്ന പ്രൈസ് ഈ ഒരു സിംഗ് ലോ പരിഗണിക്കാം. ഇത് 1820 ആണ്. അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ഹൈ ആണ്, സിംഗ് ഹൈ ആണ്, 2235 ആണ്. അപ്പോൾ ഇതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ലോങ് കൺസോൾട്ടേഷന് ശേഷമുള്ള ബ്രേക്ക് ഔട്ടാണ്, അതുകൊണ്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ബ്രേക്ക് ഔട്ട് ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ ഇതിൻ്റെ എവർ ഹൈ എത്രയാണെന്ന് നോക്കണം. നമുക്ക് ഓൾ ഡേറ്റ ചാർട്ട് എടുക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന 2235 എന്ന് പറയുന്ന ആ പ്രൈസ് തന്നെയാണ് ഇതിൻ്റെ എവർ ഹൈ പ്രൈസ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 52 വീക്ക് ഹൈ ആണ് ബ്രേക്ക് ചെയ്യുന്നത്. നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഈ കമ്പനി ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ പോയെന്ന് നോക്കാം. ടെക്സ്റ്റൈൽ ബിസിനസ്സും അപ്പാരൽ ബിസിനസ്സുമാണ് കമ്പനി കൂടുതലായിട്ടും ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഈ ഒരു പേജിൽ വരുന്നതിന് മുമ്പ് ടെക്സ്റ്റൈൽ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, റിയൽ എസ്റ്റേറ്റും കമ്പനി ചെയ്യുന്നുണ്ട്. FMCG സെക്ടറിലും കമ്പനിയുണ്ട്. നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എൻജിനീയറിംഗ് വർക്കുകളും ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ വിശദമായിട്ട് നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോകണം. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ 55 കൺട്രികളിൽ ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. USA-യിലും യൂറോപ്പിലും ജപ്പാനിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. 1638 റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ 1589 600 ടൗൺസിലും സിറ്റീസിലുമാണ്. 9 രാജ്യങ്ങളിലായിട്ട് 49 സ്റ്റോറുകൾ വേറെയുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ കമ്പനിയുടെ ഒരു പ്രസൻസ്, ഗ്ലോബലി ഉള്ള ഒരു പ്രസൻസ്. അത്യാവശ്യം വലിപ്പമുള്ള കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 13,394 കോടിയാണ്. പി വെച്ച് നോക്കുമ്പോൾ കമ്പനി അണ്ടർ വാല്യൂഡ് ആണ്. ഇൻഡസ്ട്രി PE 29.7 ആണ്. കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ PE 7.80 ആണ്. ബെറ്റർ ആയിട്ടുള്ള ROCയും ROEയും ആണുള്ളത്. ഒന്ന് 21, മറ്റൊന്ന് 22 ആണ്. വലിയ ഡെപ്റ്റുള്ള കമ്പനിയല്ല. അത്യാവശ്യം ഡെപ്റ്റ് ഉണ്ടെങ്കിലും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 താഴെയാണ്, 0.82 ആണ്. സെയിൽസും കാര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ ഔട്ട് ചെയ്യാവുന്നതാണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു കമ്പനിയാണ്. പിന്നെ നമുക്ക് ടെക്നിക്കലി ഒരു ബൈ കിട്ടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണും പ്രോമിസിംഗ് ആണ്. 49.11% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIS 14.5% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ലൊരു ഫിഗറാണ്. DIS 8.78% ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 27.59% ഉണ്ട്. പിന്നെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത്, അതായത് സെയിൽസ് ഗ്രോത്ത് കുറവാണ്. നമ്മളൊരു സ്വിംഗ് ട്രേഡിങ്ങിനെ പരിഗണിക്കുമ്പോൾ അത്രയധികം അത് പ്രാധാന്യം ഇല്ല. ലോങ് ടേമിലുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റിയും കുറവാണ്. 10 വർഷത്തെയാണ് 8% ഉള്ളൂ, 5 വർഷത്തെ 9%, 3 വർഷത്തെ 10%. ലാസ്റ്റ് ഇയറിൽ നല്ലതാണ്, 23% ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.